ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്നൊരു അടിപൊളി ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം നല്ല ചൂടല്ലേ നാട്ടിൽ, അപ്പം കുടിക്കാൻ പറ്റിയ ഡ്രിങ്കാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്കും കൂടി കേട്ടോ. ഇത് ഒരു തവണ ഉണ്ടാക്കിയത് നമ്മളോട് വീണ്ടും ഉണ്ടാക്കിയപ്പോൾ അത്രയും ടേസ്റ്റ് ആയിരുന്നു. വെറുതെ പറയല്ല, ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ലിങ്ക് കൂടെ ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡർ ഒന്ന് കലക്കി വെക്കണം കേട്ടോ. ചൂടോടെ പാലിൽ കലക്കുമ്പോൾ ചിലപ്പോൾ അത് കട്ട കിട്ടും, അതുകൊണ്ടാണ്. ഇനി നമ്മൾ എടുക്കുന്ന പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഈ കസ്റ്റർഡ് ഒന്ന് കലക്കിയെടുക്കുക. ഒട്ടും കട്ടയില്ലാതെ കിട്ടണം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്, ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് കുറച്ച് നട്ട്സുകളൊന്ന് കുതിർത്തി എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് 1/4 കപ്പ് കാഷ്നട്ടും 1/4 കപ്പ് തന്നെ ബദാമും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് കുതിർത്തി വെക്കാൻ വേണ്ടിയിട്ട് സാധാ പച്ചവെള്ളത്തിലാണ് ഞാൻ കുതിർത്തി വെക്കുന്നത്. ഇനിയിപ്പോൾ ഓവർനൈറ്റ് കുതിർത്തുന്നതുകൊണ്ടാണ് പച്ചവെള്ളത്തിൽ കുതിർത്തിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പെട്ടെന്നൊക്കെ നമുക്കൊരു ഗസ്റ്റ് ഒക്കെ വരുന്നതാണെങ്കിൽ ആ തൊലിയൊക്കെ പെട്ടെന്ന് കളഞ്ഞു കിട്ടണമെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ അത് പെട്ടെന്ന് തന്നെ ആ തൊലിയൊക്കെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പൊ ഇത് മുഴുവൻ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാം. ഇനി ഇത് അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് പരുവത്തിൽ അരക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനാണ് കേട്ടോ കുതിർത്തി വെക്കുന്നത്. അപ്പൊ അതേ സമയം തന്നെ ഞാൻ കുറച്ച് പിസ്തയും ഇതേപോലെ കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്ലിപ്പ് എന്നോട് മിസ്സായി പോയതാ. പിസ്തയും കുതിർത്തി എടുത്തപ്പോൾ തന്നെ ആ തൊലിയൊക്കെ റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതും നമുക്ക് ഈ ബദാമും കാഷ്യൂവിന്റെ കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. അടുത്തതൊരു 10-12 ഈത്തപ്പഴവും കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിന്റെ ക്ലിപ്പും എന്നോട് മിസ്സായി പോയതാണ്. ഞാൻ പറഞ്ഞല്ലോ, പിസ്തന്റെ ആ ഒരു ക്ലിപ്പ് തന്നെയാന്ന് തോന്നിയതുണ്ടായിരുന്നു. അതാന്ന് തോന്നുന്നു, അത് രണ്ടും കിട്ടിയില്ല കേട്ടോ. അപ്പം ഇതും ഞാൻ കുതിർത്തി വെച്ചതാണ്. ഓവർനൈറ്റ് തന്നെയാണ് ഇതും കുതിർത്തി എടുത്തത് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതും നമുക്ക് ആ ബദാമും കാഷ്യൂവിൻ്റെ എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് പാലൂടെ ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതാ നോക്കിയാൽ നല്ല സ്മൂത്ത് ആക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അടിച്ചെടുത്തിട്ടില്ലേ, നമുക്കൊരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് ഫ്രിഡ്ജിന്റെ താഴത്തെ ഭാഗത്ത് സൂക്ഷിച്ചാൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഡ്രിങ്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലിപ്പോൾ നിങ്ങൾ 4 ഗ്ലാസ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കി എടുക്കുന്നതെങ്കിൽ 5 ഗ്ലാസോളം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അതൊന്ന് കുറുകി വരുമ്പോൾ ഏകദേശം 4 ഗ്ലാസ് ആയി കിട്ടും കേട്ടോ. പാല് ലൈറ്റ് ആയിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ കലക്കി വെച്ച കസ്റ്റർഡ് ഉണ്ടല്ലോ, ഒന്നുകൂടെ ഒന്ന് കലക്കിയിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റർഡ് ഒഴിച്ചു കൊടുത്താൽ പിന്നെ കൈവെക്കാതെ ഇളക്കി കൊടുക്കണേ. കസ്റ്റർഡ് ആയതുകൊണ്ട് പെട്ടെന്ന് അടിക്കുടിക്കാൻ വഴിയുണ്ട്. അതുപോലെ വല്ലാണ്ടങ്ങ് കുറുകി പോരുത്. അതിന്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടണം, അത്ര തന്നെ. ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ അടിച്ചു വെച്ച നട്ട്സിന്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നല്ല തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ നോക്കാം. അതുപോലെ ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ കൈവെക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇത് ചേർത്ത് കൊടുത്ത പൊടികളുടെ ഒക്കെ റോ ടേസ്റ്റ് ഒക്കെ മാറി ഒന്ന് കുറുകി വരുന്നുണ്ട്. കൂടുതലായിട്ട് അങ്ങ് കുറുകരുത് കേട്ടോ. ഇതൊന്ന് തണുത്ത് വരുമ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ കസ്റ്റർഡ് പൗഡർ ചേർത്തുകൊണ്ട് തന്നെ കുറുകി പോകാൻ വഴിയുണ്ട്. അപ്പൊ ഞാനിപ്പോൾ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കും. ഇനി തണുത്തതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലായിരുന്നു വെച്ചിരുന്നത്. നിങ്ങൾ പെട്ടെന്നൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഒന്ന് തണുത്തതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് തണുത്തര ഫ്രിഡ്ജിന്റെ താഴത്തെ ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഒന്നുകൂടെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കുറച്ച് കസ്കസ് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കസ്കസ് ഒക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. കസ്കസ് നല്ല തണുപ്പല്ലേ. കൂടെ തന്നെ 2 ആപ്പിൾ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് അനാർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് ചേർക്കുമ്പോൾ പുളിരസമുള്ള ഫ്രൂട്ട്സ് ചേർക്കാതിരിക്കുന്നത് നല്ലത് കേട്ടോ. അതുപോലെ തന്നെ കൂടി പോകണ്ട കേട്ടോ. അന്നേരം പിന്നെ നമ്മളൊരു ഫ്രൂട്ട് സലാഡൊക്കെ പോലെയുള്ള ആ ഒരു കൺസിസ്റ്റൻസി ആയിപ്പോൾ. ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാവണമെങ്കിൽ ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ നട്ട്സ് ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ. ഒന്നും ഇല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഡ്രിങ്കിൻ്റെ പരിപാടി. എളുപ്പമല്ല ഇത് ചെയ്തെടുക്കാൻ. പിന്നെ അത് മാത്രമല്ല മധുരമൊന്നും ചേർക്കാതെ ഈത്തപ്പഴമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഡ്രിങ്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടാവാതിരിക്കത്തില്ല. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. ഇതിനു മുൻപ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് തരാം. അതേപോലെ റെസിപ്പി ഇഷ്ടാവുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ലിങ്ക് ഷെയർ ചെയ്തുകൂടെ സപ്പോർട്ട് തരണേ. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്